എൻ്റെ മൂത്ത മോൻ മരിച്ച് ആ മരണത്തിന് പോലും അവനിവിടെ വന്നില്ല. എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 2022 ചേട്ടൻ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. എൻ്റെ ചേട്ടൻ മരിച്ചപ്പോൾ നിനക്ക് സഹിച്ചില്ലടാ പുന്നാര മോനെ. എടാ അങ്ങനെ സഹിക്കാത്ത പുന്നാര മോനാണ് നീയെങ്കിൽ സ്വന്തം ചേട്ടൻ മരിച്ചപ്പോൾ അവനെ കാണാനെങ്കിലും പോണമായിരുന്നടാ അതാ മോനെ. ഷാർജയിൽ ഭർത്താവിൻ്റെ ഉപദ്രവം കാരണം ജീവൻ നഷ്ടമായ അതുല്യയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് സമൂഹത്തോട് പറയാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരിക. പിന്നെ താഴെ ഒരു ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതുല്യയുടെ ജീവിത പങ്കാളിയായിട്ടുള്ള ആ പരനാറിയെ പറ്റിയും അതുപോലെ തന്നെ അതുല്യയ്ക്ക് ജീവൻ കൊടുത്ത ആ പരനാറിയെ പറ്റിയിട്ടുമാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം തന്നെ അതുല്യയുടെ ജീവിത പങ്കാളിയായിട്ടുള്ള സതീഷ് എന്ന് പറയുന്ന ഡാഡി ഇല്ലാത്തവനെ പറ്റി തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അവനെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ അമ്മയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവൻ്റെ അമ്മയ്ക്ക് ഞാൻ പറയുന്നതല്ല, അവൻ്റെ അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പറയുന്നതിനകത്തുനിന്ന് തന്നെ ഈ സതീശൻ എന്ന് പറയുന്നതിൻ്റെ ഏകദേശം ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും, ആ ഒരു അമ്മയുടെയും ഏകദേശം ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. അതുല്യ എന്തു വലിയ പീഡനമാണ് ആ വീട്ടിൽ സഹിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യവും നമുക്ക് മനസ്സിലാവും. എന്തായാലും അവൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ, അവൻ്റെ അമ്മ കാര്യങ്ങൾ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അത് അവനിട്ടുള്ള ഒരു കൊട്ട് തന്നെയായിരുന്നു. അല്ലെങ്കിൽ അവന് കുഴിയിലേക്ക് വീഴാനുള്ള കുറേ കാര്യങ്ങൾ ആ അമ്മയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നുണ്ട്. അതൊക്കെ ഞാൻ പോയിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ ക്ലിപ്പ് ഇനി കണ്ടു തുടങ്ങാം. മോനോട് ഇപ്പോൾ സംസാരിച്ചിട്ട് 3.5-4 കൊല്ലത്തോളമായി. പൈസയൊക്കെ അയച്ചു തരാറുണ്ടോ? എനിക്കോ? അല്ല, സംസാരിക്കത്തില്ല, പൈസയൊക്കെ അയച്ചു തരുമോ? അത് നമുക്ക് അറിയണം, അതുകൊണ്ടാണ്. എനിക്ക് പൈസ എന്ന് വെച്ചാൽ എനിക്ക് അവര് പൈസ അയച്ചു തന്നില്ലേലും വേണ്ടിയിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. അമ്മയുടെ വായിൽ നിന്ന് ഇപ്പം എന്താ വീണേന്ന് നിങ്ങൾ കേട്ടല്ലോ. 4 വർഷമായി ആ മോനെ നോ കോണ്ടാക്ട്, മനസ്സിലായല്ലോ. അത് അവർ തന്നെ പറയുന്നതാണ്. അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെലവിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അവർ ഒരു പുച്ഛമാണ് അവരുടെ മുഖത്തുള്ളത്. അവിടെ നിൽക്കുന്ന ആളുകളും പുറകിൽ നിൽക്കുന്ന ആളുകൾ ചിരിക്കുന്ന കണ്ടല്ലോ. അതിനുശേഷം അമ്മ പറയുന്നത് എന്താ, അവൻ പൈസ തന്നില്ലേലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് ആ അമ്മയുടെ വായിൽ നിന്ന് വീഴുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണേ, നമുക്ക് ബാക്കി കേൾക്കാം. സംസാരിക്കാറുമില്ല. അമ്മ മുൻകൈ എടുത്ത് നടത്തിയ കല്യാണമായിരുന്നു ഇത്. അമ്മ മുൻകൈ എടുത്തൊന്നും നടത്തിയതല്ല. അവര് ഭാര്യയും ഭർത്താവൂടെ അമ്പലത്തിൽ വലിയനടയിൽ പോയി താലപ്പൊലിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അവര് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, വീട്ടുകാരുടെ അടുക്ക പറഞ്ഞ്, എൻ്റെ അടുക്കലും വന്ന് പറഞ്ഞ്, അന്നേരം ഞാനും പറഞ്ഞതാ നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് മോൻ്റെ അടുക്ക പറഞ്ഞതാ. അന്നേരമൊക്കെ അത് കേൾക്കാതെ അവൻ അത് മതിയെന്നും പറഞ്ഞും കൊണ്ടാണ് അവർ നടത്തിയത്. ഞങ്ങളെല്ലാം ചേർന്ന കല്യാണം നടത്തിയത്. അമ്മ പുറകെ ഫോൺ ചെയ്തു. അങ്ങനെ ആണ്. പിന്നെ അവര് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് പറ്റത്തില്ല എന്നൊന്നും ഞങ്ങളുടെ അടുക്ക പറഞ്ഞിട്ടില്ല. അവര് ഒരിക്കലും പറഞ്ഞിട്ടില്ല പറ്റത്തില്ല എന്ന്. അങ്ങനെ പറ്റത്തില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ കൂടെ പറയണം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അതുല്യയുടെ അച്ഛനും അമ്മയും പറയുന്നത് നമ്മൾ കേട്ടത്, ഈ സ്ത്രീ, ഈ സതീശൻ എന്ന് പറയുന്ന നാറിയുടെ നമ്മളോട് ഇപ്പം ഇരുന്ന് ഈ കഥ പറയുന്ന അമ്മ, ഇവർ ആ ഒരു വീട്ടിൽ ചെന്ന് ആ ഒരു പെൺകുട്ടിയോട് വീണ്ടും വീണ്ടും പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് കല്യാണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവർ പറയുന്നത് കേട്ടല്ലോ. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഇവിടെ ഇങ്ങനെ പ്രകോപനമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സംസാരിക്കുമ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അല്ല, ആ വിഷയം എന്തിനാ വിടുന്നത്? പ്രലോഭനമാകുന്ന തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങ് പൊളിയുവോ? ആ അമ്മയുടെ മകൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ പോയി. ആ ഇരുന്ന് കഥ പറയുന്ന സ്ത്രീയുടെ മരുമോളുടെ ജീവൻ പോയി. അതിനുശേഷമാണ് അവിടെ ആളുകൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ പ്രലോഭനമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങ് പൊളിയുമെന്ന്. അമ്മയ്ക്ക് പൊളിയട്ടെ എന്നാ, അമ്മയ്ക്ക് പൊളിയട്ടെ. ഞാനൊരു കാര്യം പറയാം. ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം ന്യൂസ് ചാനലുകളിലും ഒന്ന് ആറിത്തണുത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ആറിത്തണുത്ത് പോരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിരുന്ന് സംസാരിക്കുന്നത്. കാരണം എത്ര പെൺകുട്ടികളാണ് ഇവിടെ ഭർത്താക്കന്മാർ, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ജീവനില്ലാതെയാവുന്നത്, അതും ഭർത്താവിൻ്റെ പേരും പറഞ്ഞ്. ഇനി ഇതിവിടെ നടക്കരുതെന്നൊരാഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക.
കാരണം ഞാൻ ഇതിനകത്തെ ഒരുപാട് കള്ളത്തകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. നേരത്തെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഓർത്ത് വെക്കാൻ പറഞ്ഞ്, ആരും മറക്കരുത്, ഒന്ന് വെച്ചോണേ. ഈ അമ്മയും മോനുമായിട്ടൊരു കോൺടാക്റ്റും ഇല്ലെന്നാണ് ഇവർ തുടക്കത്തിൽ പറഞ്ഞത്. പൈസ പോലും തരുന്നില്ല, ഒന്നുമില്ല, വല്ലപ്പോഴും ഒന്ന് വിളിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. ബാക്കി നിങ്ങൾ കേക്ക്. ആവശ്യം പോട്ടെ, അവള് പറയും കാര്യങ്ങൾ അവള് പറഞ്ഞു ഞങ്ങൾ പറയാം, ചോദിക്കുന്നില്ല അമ്മ പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കറിയത്തില്ല, അവന് ഞങ്ങളുമായിട്ടൊരു സഹകരണമോ അവര് ഭാര്യയോ എൻ്റെ മോനോ ഇല്ല. എൻ്റെ മൂത്ത മോൻ മരിച്ച് ആ മരണത്തിന് പോലും അവനിവിടെ വന്നില്ല. പിന്നെ അവൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ടാണ് അവൻ വന്നത്. അന്ന് ഇവിടെ വന്ന് കല്യാണം പറഞ്ഞ് അവർ പോയി. അങ്ങനെ ഉള്ള മൂത്ത മകൻ മരിച്ചപ്പോ ഈ ഇളയ മകൻ വന്നിട്ടില്ല എന്നമ്മ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതൊക്കെ മറ്റേ ഇളയ മകൻ ഇപ്പൊ ഈ തെമ്മാടിത്തരം കാണിച്ച പുന്നാര മോനുള്ള കുഴിയാണ്. ഇതൊക്കെ ഞാൻ പറയാനൊരു കാരണമുണ്ട്, നിങ്ങൾ കേട്ടോണേ. ബാക്കി നിങ്ങൾ കേക്ക്. കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? ഇപ്പോ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുന്നത്. സാമ്പത്തികമൊക്കെ? സാമ്പത്തികം എന്റെ ഭർത്താവ് എന്റെ പെൻഷനും കൊണ്ട് ഞാൻ ജീവിക്കുന്നു. മക്കള് തരാൻ എനിക്ക് മക്കള് ഏത് വരണ്ടേ? ഇളയ മോൻ, എന്റെ മൂത്ത മോൻ മരിച്ചുപോയി. എന്റെ രണ്ടാമത്തെ മോൻ ഇപ്പൊ ഇങ്ങനെ. പിന്നെന്തുവാ ഇനി നിങ്ങൾക്ക് അറിയണ്ടേ? എന്തുവാ അറിയണ്ടേ ഇനി? മരണപ്പെട്ടപ്പോഴും ഇവന്റെ ഭാര്യ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന കാരണം അയാള് വന്നില്ല. മരണപ്പെട്ടിട്ട് നാട്ടിൽ വന്ന് അവരുടെ വീട്ടിലാ വന്നത്. എന്നിട്ട് അതും കഴിഞ്ഞതിന് ശേഷമാണ് ഒരാഴ്ച എന്ന് ഇവിടുത്തെ സെറ്റിയെ വന്നിരുന്ന് രണ്ട് കുഞ്ഞുങ്ങള്, അച്ഛനില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായാലൊക്കെ അബദ്ധങ്ങളെ പോലും ഒന്നിതാവാതെ അന്നേരം ഇവിടുന്ന് ഇറങ്ങിപ്പോയി. കേട്ടല്ലോ നിങ്ങള്. ഇപ്പൊ ഈ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ മൂത്ത മകൻ മരിച്ച സമയത്ത് അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതായത് ഇളയ മകൻ, ഈ സതീശൻ എന്ന് പറയുന്ന പുന്നാര മോൻ, അവന്റെ ചേട്ടൻ മരിഞ്ഞപ്പം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുശേഷം കുറെ കഴിഞ്ഞിട്ട് അവൻ ആ വീട്ടിൽ വന്നു. ഒരു തവണ ജസ്റ്റ് വന്നോന്ന് കയറി ആ സെറ്റിയിലൊക്കെ ഇരുന്നു. ആ മൂത്ത ചേട്ടൻ്റെ പിള്ളേരുണ്ടായിരുന്നു, അവരെ പോലും ആ നാറി മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എണ്ണീറ്റ് പോയി എന്ന് അവൻ്റെ അമ്മയാണ് പറഞ്ഞത്. നാട്ടുകാരോ നമ്മളോ അല്ല പറയുന്നത്, അവൻ്റെ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഈ പരനാറി, ഈ ഡാഡി ഇല്ലാത്ത നമ്മുടെ സതീശൻ എന്ന് പറയുന്ന ഷാർജയിലുള്ള പണി പോയെന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ കിടന്ന് പോകുന്നുണ്ട്. ആ എൻ്റെ വായിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വീണ് പോകും, ക്ഷമിക്കുക. കാരണം ഇവനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെയാ പറയേണ്ടത്? ആ പരനാറി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക്, അവൻ കള്ളനാണെന്നത് ഇവിടെ ഞാൻ തെളിയിച്ചു തരാം. അവൻ പറയുന്ന ഇത് മാത്രം നിങ്ങളൊന്ന് കേട്ടാൽ മതി. എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 2022 ചേട്ടൻ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. എൻ്റെ ചേട്ടൻ മരിച്ചപ്പോൾ നിനക്ക് സഹിച്ചില്ലടാ പുന്നാര മോനെ. എടാ അങ്ങനെ സഹിക്കാത്ത പുന്നാര മോനാണ് നീയെങ്കിൽ സ്വന്തം ചേട്ടൻ മരിച്ചപ്പോൾ അവനെ കാണാനെങ്കിലും പോണമായിരുന്നടാ. അതാ മോനെ, നീ പോയോ? നിന്റെ തള്ളയാടാ പറഞ്ഞത്. അവരെ അങ്ങനെ വിളിക്കരുത്, ഒരു അമ്മയാണ്. പക്ഷെ എങ്കിൽ പോലും അമ്മയും മോനെ ഇവിടെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയാണ്. എനിക്കിത് കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാവും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അമ്മയും മോനെ നമ്പാൻ പറ്റത്തില്ല. ഈ അമ്മയെ പറ്റി വേറെ കുറെ കാര്യങ്ങളൊക്കെ ഈ അതുല്യയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഇവരെ വേണ്ട, അതൊന്നും പറയുന്നില്ല. പക്ഷെ ഈ നാറി ഇവൻ ഇപ്പൊ പറയുന്നത് എന്താ? അവന്റെ ചേട്ടൻ, അവനെ സഹിക്കാൻ പറ്റാത്തതായിരുന്നു അവന്റെ ചേട്ടൻ മരിച്ചതെന്ന്. സ്വന്തം ചേട്ടൻ മരിച്ചപ്പോൾ ആ വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കാത്ത, അയാളുടെ ശവസംസ്കാരത്തിനകത്ത് ചെല്ലാത്ത ഒരു മോനാണ് ഇത് പറയുന്നത്. ഇവനെ ചെകിടം പൊത്തണ്ടേ ആ സമയത്ത്. ഇവൻ ഈ പറഞ്ഞ സമയത്ത് അവിടെ നിന്നവരുടെ ചെവിക്കൽ നോക്കി കൊടുക്കണമായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഷാർജ പോലീസിലേക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമായിരിക്കും. ഈ ഒരു കേസ് മാഞ്ഞു പോകരുത്. ഇവൻ നാട്ടിൽ വരണ്ട, നാട്ടിൽ ഇവരെ ശിക്ഷിക്കണ്ട, ഇവനെ അവിടെ ശിക്ഷിക്കണം. അവിടെ കിട്ടണോ ഇവന് പണി, വെട്ടിക്കളയണോ ഇവൻ്റെയൊക്കെ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. നമുക്ക് ബാക്കി കേൾക്കാം ഇവന്റെ അമ്മ പറയുന്നത്. അല്ലാതെ ഞങ്ങള് കണ്ടിട്ടില്ല. അവരുടെ വീട്ടുകാർക്ക് 100% അറിവുള്ള കാര്യമാണ്. ഇവിടെ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ള കാര്യം അറിയാം. നേരെ വെളുത്തപ്പം തൊട്ട് തുടങ്ങിയതാ എനിക്ക്. അവിടെ ചേച്ചിയുമാണ്, അവിടെ എന്റെ ഭർത്താവിന്റെ അനിയനുമാണ്. എന്തോ വാർത്ത ഇതാക്കാനാ നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്? അല്ലല്ല, നമ്മള് അമ്മയുടെ നിരപരാധിത്വം ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ എനിക്കിപ്പോ സ്വത്തും സ്ഥലവും ഒക്കെ എഴുതി കൊടുത്തു, എന്നിട്ട് മോൻ നോക്കുന്നില്ല എന്നുള്ളത് ജനം അറിയണ്ടേ? ദൈവത്തെ കുറിച്ച് നിങ്ങൾ അതൊന്നും ഇതിനകത്തിടല്ലേ.
എന്റെ മോൻ എന്നെ നോക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോ നിങ്ങളുടെ നാട്ടുകാരൊക്കെ പറയുന്നു. നാട്ടുകാർ പറയുന്ന നിങ്ങൾ കേൾക്കണ്ട. നാട്ടുകാർ പറയുന്നതാണോ കേൾക്കണ്ട, അവന്റെ പെറ്റതള്ള പറയുന്നതാണോ കേൾക്കണ്ട? അവന്റെ പെറ്റ തള്ള പറയുന്നത് തന്നെയാ കേൾക്കണ്ടേ. നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല. അവന്റെ പെറ്റ തള്ള ഈ കഥ പറയുന്ന പ്രിയപ്പെട്ട സ്ത്രീയെ നിങ്ങൾ തുടക്കത്തിൽ പറയുന്നത് എന്തായിരുന്നു? നിങ്ങളുടെ മോൻ തിരിഞ്ഞു നോക്കുന്നില്ല, 4-5 കൊല്ലമായി വിളിച്ചിട്ട് ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ തന്നെയാണോ പറഞ്ഞത്? നിങ്ങൾ തന്നെ പറഞ്ഞു. ഇവരുടെ കള്ളം പൊളിയുകയാണ് ഇവിടെ. അതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഈ സ്ത്രീയെയും വിശ്വസിക്കരുത്, ഇവരുടെ മോനെയും വിശ്വസിക്കരുത്. ഇവർ പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ. എന്നിട്ട് അറിയാതെ വായിന്ന് വീണുപോയി. എന്നിട്ട് ആ വീഡിയോ എടുത്തവനോട് പറയുകയാണ്, ഇത് പുറത്ത് വിടല്ലേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ മോൻ നോക്കുന്നില്ല. സ്ത്രീയെ നിങ്ങൾ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അവൻ നോക്കുന്നില്ല, പൈസ തരണ്ട പോട്ടെ, പക്ഷെ വല്ലപ്പോഴും ഒന്ന് വിളിച്ചൂടെ. നിങ്ങളുടെ വായിന്ന് തന്നെ വീണു, അവൻ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല എന്ന്. പിന്നെ കൂടുതലൊന്നും ഇനിയിരുന്ന് മകനെ വെളുപ്പിക്കാൻ നോക്കണ്ട. മകൻ പെടും, ആ നാറി പെടണം. മനസ്സിലായില്ലേ? ഇനി ബാക്കി നമുക്ക് കേൾക്കാം ഇവര് പറയുന്നത്. ഇവിടെ വന്നിട്ട് നേരം വെളുത്തപ്പോ ഒരുത്തൻ വന്ന് ചോദിക്കുവാന്നേ, 5 കൊല്ലം കൊണ്ട് എനിക്കൊരു സഹകരണവും ഇല്ല, ഞങ്ങളുമായിട്ട് യാതൊരു ഇതും ഇല്ലെന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിന് മുമ്പ് പിന്നെ മുളവടി വെച്ച് അടിച്ച് കാലയിൽ അടിച്ചിട്ട് അവള് പിന്നെ കായലിന്റെ അടുത്ത് വരെ ഓടിയെന്ന് സുരേഷ് എത്താതല്ല ഈ കടയിൽ വന്നിട്ട്. ഈ നാട്ടിലുള്ളവരാരും അറിഞ്ഞില്ലയോ ഇവള് കടയിൽ വരെ ഓടി, കായലിൽ വരെ ഓടിയിട്ട്. എന്നിട്ട് ആരും അറിഞ്ഞില്ല. ആ തന്ത പറഞ്ഞു കൊടുത്തയാന്ന്. ഇവനൊക്കെ ആണോ തന്ത? ഇവനാണോ ഒരു തന്ത? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണോ ആ തന്തയും തള്ളയും? നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്കും അറിയാൻ പറ്റുന്നുണ്ട് അമ്മച്ചി. പിന്നെ ആ തന്ത, അതുല്യയുടെ തന്ത, അയാളെ പറ്റി ബാക്കി ഞാൻ പറയാം. അയാളെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ അതുല്യയുടെ തന്ത പറഞ്ഞു എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ. ഈ സതീശന്റെ അമ്മ മോളെ, അതായത് അതുല്യയെ ഓടിച്ചു കായൽ വരെ. ആ കൊച്ചു ആത്മഹത്യ ചെയ്യാൻ പോയതാണോ എന്തിനു പോയതാണോ അറിയത്തില്ല, ഓടിച്ചിട്ടുണ്ട് അതിനെ എന്നൊക്കെയാണ് ഇപ്പം ഇവരുടെ വായിന്ന് തന്നെ വീഴുന്നത്. അത് ആ പെണ്ണിന്റെ തന്ത പറഞ്ഞു, നമുക്കറിയത്തില്ല അതിനകത്തൊക്കെ എന്താ സത്യമുള്ളതെന്ന്. പക്ഷെ ഈ തന്ത എന്ന് പറയുന്ന അതുല്യയുടെ പുന്നാര തന്ത, അവൻ്റെ വായിന്നൊരു വാക്ക് വീഴുന്നത് ഞാൻ കേട്ടു. ഒരു മാധ്യമത്തിന്റെ ഫ്രണ്ടിലിരുന്ന് കഥ പറയുക അവൻ. അതിനകത്ത് അവനൊരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, അടിച്ച് ചെകളം. ഏതൊരു അച്ഛനമ്മയ്ക്കാണെങ്കിലും അച്ഛനമ്മമാർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അയാളുടെ വായിന്ന് ഇത് കേൾക്കുന്നത് കണ്ടിട്ട്. പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, പെൺമക്കളുള്ള അച്ഛനമ്മമാരോടാണ് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം അയാൾ എന്താ പറയുന്നത്. ഒരിക്കലും ഇയാൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളാരും ചിന്തിക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇങ്ങനെ ചിന്തിക്കല്ലേ. നിങ്ങളിത് കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. നമ്മുടെ സമൂഹത്തിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ. അപ്പം പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും, എൻ്റെ മകൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ നടത്താമെന്ന് തന്നെ വിചാരിച്ചു. നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇവന് അത്ര വെടിപ്പല്ലെന്ന്. അന്ന് പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി. 2014 ആർപ്പാടമായിട്ട് കല്യാണമൊക്കെ നടത്തി നല്ല രീതിയിൽ. അന്ന് കല്യാണ പന്തലിൽ ഇവൻ മദ്യപിച്ചിട്ടാണ് വന്നത്. കല്യാണം അയ്യൻകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. കാരണം അവിടുന്ന് വിവാഹ പാർട്ടി വരാൻ ആ വാഹനം ലേറ്റായി. മുഹൂർത്തം അടുത്ത ജസ്റ്റ് മൂമെൻറ്റിലാണ് എത്തിയത്. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അന്നേരം നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ വരനും കൂട്ടനും അവിടെ ബാറിലെവിടെ കയറിയിട്ടാണ് വന്നത്. മറ്റേ വണ്ടിയുടെ കൂടെ നിന്ന് ഡിവേർട്ട് ചെയ്തിട്ട് ബാറിലാണ് കൊണ്ടുപോയി കഴിച്ചിട്ടാണ് വന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായി, ഇവൻ്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പതറമുണ്ടോത്തിരിക്കുമ്പോഴും മദ്യപിച്ചിട്ടായിരിക്കുന്നത്. അവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, അയാൾ നല്ലപോലെ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്, ഞാൻ കണ്ടു. ഇവരൊക്കെ നല്ല രീതിയിലുള്ള മദ്യപാനികളാണെന്ന് അറിയാം. ചേട്ടനെ പറ്റി ഒന്നുകൂടെ എങ്ങനെ മരിച്ചു പോയെന്ന് തകരക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ചിലപ്പോൾ അടിച്ചടിച്ചില്ലാതായതായിരിക്കും, പറയാൻ പറ്റത്തില്ല. എന്തായാലും മേളിലാണല്ലോ, പോയല്ലോ ഇവിടുന്ന്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട അതുല്യയുടെ ഡാഡി, എടോ തൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് വന്ന വരൻ അവൻ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നതെന്ന് അറിഞ്ഞ ആ നിമിഷം തനിക്ക് ആ കല്യാണം നിർത്തിക്കായിരുന്നല്ലോ. അതിനുള്ള ഞാൻ അങ്ങനെ സാധാരണ അങ്ങനെ വേണ്ട, നിർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ 2 അടിച്ചിട്ടൊക്കെ വരും. സ്ഥിരം കള്ളു കുടിക്കാത്തവന്മാർ ഒരു നല്ല ദിവസമായപ്പം ചിലപ്പം 2 അടിച്ചിട്ട് വരും. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് തള്ളതിനെ. പക്ഷേ ഇവിടെ അതല്ല. അവനൊരു ആൽക്കഹോൾ അഡിക്റ്റാണ്. താനും പല കാര്യങ്ങളും കല്യാണ നിശ്ചയത്തിന് ശേഷമൊക്കെ പലതും അറിഞ്ഞതാണല്ലോ. കല്യാണം വരെ നീട്ടണ്ടായിരുന്നല്ലോ. കല്യാണ ദിവസവും ഈ മരുമോൻ ഇങ്ങനെ അടിച്ച് ഫിറ്റായിട്ട് വരുമ്പം അതെങ്കിലും കാണുമ്പോൾ കല്യാണം നിർത്തായിരുന്നല്ലോ തനിക്ക്. താൻ നിർത്തിയില്ല. അതിനുള്ള കാരണം എന്താ? തുടക്കത്തിൽ ഇയാൾ പറഞ്ഞ പോലെ മോൾക്ക് അഭിമാന പ്രശ്നം, മോൾക്ക് നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കെട്ടിച്ചു ഇതുപോലൊരു നാറിയെ കൊണ്ട്. ഇയാൾ നേരത്തെ അറിഞ്ഞതാണ്. ഈ തന്ത ഇയാൾ നേരത്തെ അറിഞ്ഞു. തുടക്കത്തിൽ അതാ പറയുന്നത്. നിശ്ചയത്തിന് മുമ്പൊക്കെ ഇയാൾ അറിഞ്ഞതാന്ന് തോന്നുന്നു ഇവന്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന്.
പിന്നെയും എല്ലാം ഉറപ്പിച്ചതാണല്ലോ, മോളുടെ ജീവിതമാണല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് മോളെ കൊണ്ട് കെട്ടിച്ചു. എടോ തന്തേ, താൻ ആലോചിച്ചു തൻ്റെ ഈ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ എന്നുള്ളൊരു സാധനം, നാണം കെടും, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, ഈ ഒരു സാധനമാണ് തൻ്റെ മോക്ക് ഈ ഗതി വരുത്തിയത്. അത് താൻ മനസ്സിലാക്കിക്കോ. തന്നെ പോലുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ സമൂഹത്തിൽ കാണും, അവരെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം അത്. നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ഒന്നും കാണത്തില്ല. ഒരാളെ കല്യാണം കഴിപ്പിച്ച് നിങ്ങൾ വിടുമ്പോൾ അയാളും കെട്ടിയവനും മാത്രമേ കാണത്തുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളും കാണും, വേറെ ഒരാളും കാണത്തില്ല. അതൊന്നും മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോയി തല വെക്കുക. ഈ അഭിമാനവും കൊപമാനവും ഒന്നും എടുത്ത് തല വെച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്ത് കാര്യമില്ല. സമാധാനമായിട്ട് ജീവിക്കണം, അത്രയും നോക്കിയാൽ മതി. അത് നോക്കുക, അല്ലാതെ അഭിമാനത്തിന് വേണ്ടിയിട്ട് സമാധാനമില്ലാത്തൊരു ജീവിതത്തിലേക്ക് സ്വന്തം പെൺമക്കളെ തള്ളി വിടാതിരിക്കുക. എനിക്ക് ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി. എല്ലാവരും ഇനിയിപ്പോൾ ഈ തന്തയും തള്ളയെടുത്ത് പൊക്കി തലയെ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങും. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഉള്ള കാര്യം പറയണം, അത് അതേപോലെ പറയണം. അതിനകത്ത് ഇനിയിപ്പോൾ നാട്ടുകാർ തെരുവരെയൊന്നും നോക്കിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. ഞാൻ മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്ന ഒരാളല്ല, മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. എനിക്കിത് കണ്ടപ്പം ഈ തന്തയോടൊക്കെ നിങ്ങൾ പറ, നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നുന്നില്ലേ? ഈ വർത്താനം പറഞ്ഞ ഈ തന്തയോട് 2 വർത്താനം നിങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ലേ? അല്ല, ഇങ്ങനെയാണോ വേണ്ടത്? പെൺമക്കളുടെ അച്ഛനമ്മമാർ പറ, നിങ്ങൾ അഭിമാനത്തിന് വേണ്ടി സ്വന്തം മകളെ ഇതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്നതിനെ പറ്റി കല്യാണത്തിൻ്റെ തലേദിവസമോ അന്നോ നിശ്ചയത്തിന് മുമ്പോ നിശ്ചയം കഴിഞ്ഞോ ആ ദിവസം കല്യാണത്തിൻ്റെ അന്ന് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ആ പോട്ടെ, എല്ലാം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ആൾക്കാരെല്ലാം വന്നതാണല്ലോ, നാണം കെടുവാണല്ലോ എന്ന് വിചാരിച്ച് സ്വന്തം മോളെ ഇതുപോലൊരുത്തൻ്റെ തലയിലോട്ട് നിങ്ങൾ വെച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ സ്വന്തം മകളുടെ തിരിഞ്ഞുപോയി സ്വന്തം മകളുടെ തലയിലേക്ക് ഇതുപോലൊരു നാറിയെ എടുത്ത് തലയിലോട്ട് വെച്ച് കൊടുക്കുമോ നിങ്ങൾ? എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവൻ്റെ കാര്യത്തിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇവനെ അവിടെ ശിക്ഷിക്കണം, ഇവിടെ ശിക്ഷിക്കണ്ട. ഊരിപ്പോരും ഈ നാറി, അവിടെ കിടക്കട്ടെ. ജോലിയൊക്കെ എന്തായാലും പോയല്ലോ, പട്ടിണി കിടക്കട്ടെ അവിടെ. എത്ര ദിവസം സുഹൃത്തുക്കൾ നോക്കും? 1 മാസം നോക്കും, 2 മാസം നോക്കും. അവിടെ കിടക്കട്ടെ ഇവൻ. ജോലി കിട്ടരുത് ഇവന് വേറെ. ഇവൻ അവിടെ അകത്ത് കിടക്കണം, മനസ്സിലായില്ലേ? എനിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നു, ഇവനിവിടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് കാണിച്ചേക്കെ വെറും നാടകമായിരിക്കും. ആ വീട്ടിൽ കൊണ്ട് ഗ്ലൗസ് ഇട്ടതും എല്ലാം ഇവൻ തന്നെ ആയിരിക്കും. കാരണം ഇവൻ അടുത്തൊരു ദിവസം ഫുള്ള് കംപ്ലീറ്റ്ലി ഇവന് കിട്ടി ഒരു ഗ്യാപ്പ്, ഒരു ദിവസം, അല്ലെങ്കിൽ തലേദിവസം രാത്രി ആ പെൺകുട്ടി മരിച്ച അടുത്ത ദിവസം ഫുള്ള് ഇവന് കിട്ടി. അതിൻ്റെ അടുത്ത ദിവസമാണ് ഇവൻ മാധ്യമങ്ങളെ കാണുന്നത്. ആ ദിവസം കൊണ്ട് ഇവൻ കാണിച്ച് കൂട്ടിയതായിരിക്കും ആ വീട്ടിനകത്ത് ഇതെല്ലാം, മനസ്സിലായാലും ഈ ഗ്ലൗസ് കൊണ്ടിട്ടതും ഈ കട്ടിൽ മാറ്റിയിട്ടതും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഒരിക്കലും ഈ പരനാറിയെ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ അകത്ത് പോകുന്നേ പറയത്തുള്ളൂ. ഈ പെൺകുട്ടിയുടെ അച്ഛനെ അമ്മയെ എനിക്ക് അറിയത്തില്ല, അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഈ അച്ഛൻ പറഞ്ഞ ഈ കാര്യം വെച്ചിട്ട് ഒരിക്കലും അയാളോട് യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതെൻ്റെ അഭിപ്രായം.